ഹായ് അസ്സലാമലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഓട്ടുപാറയ്ക്ക് പോയേക്കായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്നും ഓട്ടുപാറയിലും വടക്കാഞ്ചേരിയിലാണോ എന്നുള്ളത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മുടെ ഒരു ആവശ്യത്തിനായിട്ട് പോയതല്ല. നമ്മുടെ അപ്പുറത്തെ വീട്ടിലത്തെ ഞാൻ പറയാറില്ലേ, ജാസ്മിയാണ് ഇതൊക്കെ തന്നെന്നൊക്കെ പറയാറില്ലേ, ഓരോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിട്ട് അവള് കൈ വാതിലുമ്മ തട്ടിയിട്ട് കുറച്ച് ദിവസമായിട്ട് എന്താ പറയാ വേദന ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് പ്ലാസ്റ്റർ ഇടാൻ വേണ്ടിയിട്ട് അവൾ കൂടെ പോയതാട്ടാ. പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൂടെ അപ്പൊ ഞാൻ ഓട്ടുപാറയ്ക്ക് പോയല്ലോ, ഹോസ്പിറ്റലിലേക്ക് പോയ പിന്നെ അറിയാലോ, അവിടെ കുറച്ച് സമയമൊക്കെ പോയി. അപ്പൊ വന്നിട്ട് പിന്നെ ആകെ തിരക്ക് പിടിച്ചിട്ടുള്ള പണികൾ ചെയ്യുന്നതിന്റെ ഇടയിൽ വീഡിയോ ഒന്നും പിടിച്ചില്ല കേട്ടോ. ആകെ തിക്കും തിരക്കായ കാരണം വരുമ്പോ 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ തിരിച്ചെത്തി രാവിലെ ഒന്നും കഴിയാണ്ടാ പോയിട്ടുണ്ടായിരുന്നു. ചായയും കടി ഉണ്ടാക്കിയിട്ട് കുട്ടികൾ മദ്രസ വിട്ട് വന്ന പ്രാവശ്യം അങ്ങനെ പോയതാണ്. അവർക്ക് ചായയും വെടിച്ചു കൊടുത്തിട്ട് അങ്ങനെ പോയതാണ്. അപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ചോറിന് അരിയിട്ടിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ കുഞ്ഞു ഊറ്റിക്കോളൂലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതവിടെ ഇട്ട് കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ പോയി കറങ്ങിട്ടാ. ആരെങ്കിലും കൂടെ ഇല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇടില്ലല്ലോ. അപ്പൊ അങ്ങനെ കൂടെ പോയതാണ്. അപ്പൊ പോയിട്ട് വരുമ്പോ പിന്നെ പച്ചക്കറി ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും വടക്കാഞ്ചേരിക്കൊക്കെ പോകണം എന്നുണ്ടായിരുന്നു. പച്ചക്കറി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. നമ്മുടെ ഇവിടങ്ങളിൽ നിന്നൊക്കെ മേടിക്കുമ്പോ കുറച്ച് പൈസ ഒക്കെ കൂടുതലാവും. വടക്കാഞ്ചേരിന്ന് പോയി മേടിക്കുമ്പോൾ കുറച്ച് പൈസ ലാഭം ഉണ്ടാവും. സംഭവം നമ്മൾ പോണ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ ഒക്കെ കണക്ക് തന്നെയാണ്. എന്നാലും നമ്മുടെ ഒരു ആശ്വാസത്തിന് നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാം. ₹1 കുറവ് വെച്ച് ഞാൻ അങ്ങോട്ടല്ലേ പോവുള്ളൂ. അപ്പൊ അങ്ങനെ അങ്ങോട്ടൊക്കെ പോയി വന്നതിന് പറഞ്ഞു വരുന്നത് അത് കാരണമാണ്. പോയി കാരണം പണികളൊന്നും ചെയ്യണതൊന്നും എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. വന്നിട്ട് നമുക്കറിയാലോ, എവിടെയെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയാകുമ്പോഴേക്കും ചോറും കറിയൊക്കെ ആവണം. അപ്പോൾ വീഡിയോയും കൂടി പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയമാവും. 1 മണിയാകുമ്പോഴേക്കും ഇവര് ചോറ് വെച്ചിട്ട് നിൽക്കും. അപ്പൊ ആകെ തിക്കും തിരക്കാവും. അപ്പൊ ഞാൻ പിന്നെ വേഗം പണികളൊക്കെ ചെയ്യാൻ നോക്കാം. വന്നിട്ട് ഞാൻ ഡ്രസ്സ് പോലും മാറിയില്ല. അങ്ങനെ തന്നെ നിന്നിട്ടാണ് എല്ലാ പണികളും ചെയ്തത്. ഇനി ഒന്ന് മേലെഴുതണം, എന്താ പറയാ ചോറ് വയ്ക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. കുഞ്ഞു എന്താ പറയാ വീട്ടിലേക്ക് പോയിട്ടുണ്ട്, എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഒരു സാധനം അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. പിന്നെ കുഞ്ഞു എത്രയിലേക്കാ ജയിച്ചെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ. അവന് 9ലേക്കാണ് കേട്ടോ ജയിച്ചേക്കുന്നത്. അതുപോലെ ആച്ചൂട്ടൻ 5ലേക്ക്, ഇഷമോള് 3ലേക്ക്, അങ്ങനെയൊക്കെയാണ് ജയിച്ചേക്കുന്നത്. മദർസയില് കുഞ്ഞു 7ലേക്ക്, ആച്ചൂട്ടൻ 3ലേക്ക്, ഇഷമോള് 2ലേക്ക്, അങ്ങനെയാണ് കേട്ടാ. പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങോട്ടും കൂടെ ഒക്കെ മാറിപ്പോവും. അതാണ് ആലോചിച്ചിട്ട് പറയുന്നത്. പിന്നെ ചോദിച്ചു ആച്ചൂട്ടന്റെ ശരിക്കുള്ള പേരെന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആച്ചൂട്ടന്റെ ശരിക്കുള്ള പേര് ഹാമിദ് എന്നാണ്. അതൊക്കെ നമ്മുടെ ഈ ഒരു ഫാമിലിക്ക് പുതിയതായിട്ട് വന്നവർക്കാണ് കേട്ടോ പറയണത്. അവർക്കാണ് അറിയാത്തത്. നമ്മുടെ കൂടെ മുന്നേ ഉള്ളവർക്കൊക്കെ എല്ലാതും അറിയുണ്ടാവും. അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഇനിയിപ്പോ സ്കൂള് തുറക്കാൻ 2 ദിവസം കൂടി ഉള്ളു അല്ലെ. അതിന്റെ ഒരു ബഹളത്തിലാവും എല്ലാവരും. എനിക്കും അതിൻ്റെതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇന്ന് മാത്രം സ്കൂളിലേക്ക് പോവണ്ടാത്തുള്ളൂ. നാളെ ഇനിയിപ്പോ ആച്ചൂട്ടന്റെ സ്കൂളിലേക്കും പോകണം, കുഞ്ഞുവിന്റെ സ്കൂളിലേക്കും പോകണം. യൂണിഫോമും പുസ്തകങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോകണം. ആകെ തിരക്കാണ്. സ്കൂള് തുറന്ന ഒരാഴ്ച 2 ദിവസം കഴിയോളം നമുക്ക് തിരക്കാല്ലേ. പിന്നെ ആ പഴയ പോലെ ആ റൊട്ടീൻ ഇങ്ങനെ വന്നിട്ട് ശരിയാവണം. ഇപ്രാവശ്യം എന്തായാലും എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാവുള്ളൂ. ആദ്യമൊക്കെ ചോറൊന്നും ഇവർക്ക് കൊണ്ടുപോകണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് തന്നെ കഴിക്കില്ല ചെയ്തായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെയല്ല. 9ാം ക്ലാസ്സുകാർക്കൊന്നും സ്കൂളിൽ നിന്ന് ഭക്ഷണമില്ല, നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം. അപ്പോൾ കുഞ്ഞൂനുള്ള ചോറ് കൊണ്ടുപോകേണ്ടി വരും. കുഞ്ഞൂന് 7:30ക്കാണ് ട്യൂഷന് ആക്കിയേക്കണത്. അപ്പൊ 7:30 ആകുമ്പോഴേക്കും അവന് ട്യൂഷന് പോകണം. അപ്പത്തിന് നമ്മുടെ ചോറും കറിയും ചായയും കടിയും ഒക്കെ ആവണം. ഇനിയാണ് യുദ്ധം നടക്കാൻ പോണത് കാലത്തെ. അപ്പൊ പിന്നെ കാലത്തെ പണിയോട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആവൂട്ടാ. അങ്ങനെയൊക്കെയാണ്. അപ്പൊ എന്താ പറയാ, മഴ കൊണ്ടിട്ട് വന്നേക്കണ്. വീട്ടിലേക്ക് പോയതാ. അപ്പൊ മഴച്ചാറ് നിന്നിട്ട് വന്നാൽ മതിയായിരുന്നില്ലേ. സ്കൂൾ തുറക്കുമ്പോഴേക്കും ഓരോന്നാട് ആക്കി വെച്ച് കഴിഞ്ഞാ സ്കൂളിൽ പോണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഇരിക്കാലോ അല്ലേ. മഴ കൊണ്ട് എന്തുണ്ടാവുക, ഒന്നും ഉണ്ടാവില്ലേ. തെറിപ്പിക്കല്ലേ. അപ്പോഴാണ് ഇനി യുദ്ധങ്ങള് ഇനി കെടുക്കണുള്ളൂ. പറഞ്ഞ പോലെ രാവിലെ എണിച്ച് 7:30 ആകുമ്പോഴേക്കും 2 ആളെ മദർസയിലേക്ക് വിടണം, ഇവനെ ട്യൂഷന് വിടണം. അതിൻ്റെ ഉള്ളിൽ ചോറാവണം, ചായ ആവണം, കടി ആവണം, എല്ലാം ആവണം.
അപ്പൊ ഇനി എന്താ പറയാ, പണ്ടുള്ളവര് പറയില്ലേ വടി വെട്ടാൻ പോയിട്ടുള്ളൂ അടി തുടങ്ങിയിട്ടില്ലാന്ന്. ഇതൊന്നും ആയിട്ടില്ല, ഇനി ഇരിക്കണുള്ളൂ. ഇനി ആ ഒരു സെറ്റപ്പിലേക്ക് നമ്മൾ വരണം. ഞാൻ ഇത്രയും നാളും ഇപ്പൊ ഇവര് സ്കൂളിലേക്ക് പഠിക്കാൻ പോണ കാലം മുതൽ 1ാം ക്ലാസ് മുതൽ തുടങ്ങുകയാണെങ്കിൽ, കുഞ്ഞൂന് ഫസ്റ്റ് മുതൽ തുടങ്ങുകയാണെങ്കിൽ ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ. ചോറ് കൊടുത്തേക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടേ ഇല്ല. രാവിലെ ചായയും കടി ഉണ്ടാക്കുക, പറഞ്ഞേക്കുക, അത്രേ നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് അങ്ങനെയല്ല, നല്ല ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ കുഞ്ഞു രാവിലെ പോയി കഴിഞ്ഞാൽ 7:30 പോയി കഴിഞ്ഞാൽ 3:30 വരുള്ളൂ. 3:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മദ്രസയുണ്ട്. മദ്രസയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ 6 മണിക്കേ വരുള്ളൂ. അപ്പോ എന്തായാലും രാവിലെ വെച്ചെങ്കിൽ നേരത്തെ കഴിക്കുന്ന ആളുമല്ല. ചായയും കടിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത്ര നേരത്തെ കഴിക്കൂല. അത് കാരണം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഇനി ആ സ്വഭാവത്തിനൊക്കെ ഇത്തിരി മാറ്റം വരുത്തി അവര് വരുത്തിയാൽ തന്നെയാണ് വയറ്റിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെല്ലുള്ളൂ. വലിയ ഷർട്ടും ഫറലൊക്കെ നോക്കിയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കൽ തന്നെ ഉണ്ടാവുള്ളൂ. വിശക്കണേന് എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് ഓടി പോവാന്നല്ലാണ്ട് ഒരു രക്ഷയില്ല. പിന്നെ പഠിക്കണ്ടല്ലേ, ഇനി 9ഉം 10ഉം അല്ലേ, നല്ലോണം പഠിച്ചാലല്ലേ കാര്യം ഉണ്ടാവുള്ളൂ. ഇനിയും ഉഴപ്പി നടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ട്യൂഷനും ഉണ്ടാക്കിയത്. അപ്പൊ പ്രസിഡൻസിയിലാണ് ട്യൂഷൻ ആക്കിയേക്കണത്. ഇപ്പൊ ക്ലാസ് ശരിക്കും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ മദ്രസ ഇവനിപ്പോ രാവിലെ 7:30 9 മണിക്ക് മദ്രസ ഉള്ള കാരണം പറഞ്ഞയക്കാണ്ടാണ്. എന്താ പറയാ, ടെക്സ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടിയാലാണ് ശരിക്കാണ് തുടങ്ങുള്ളൂ. എന്താ പഠിപ്പിക്കുന്നോട്? ബേസിക് ആയിട്ട് പഠിപ്പിക്കുക അത്ര. ഇപ്പൊ അപ്പൊ അതിനൊന്നും പോണില്ല കേട്ടാ. സമയം അവര് അവിടെ 7:30 മുതലല്ലേ, 7:30 മുതൽ 12 മണി വരെയാണ്. ഇവിടെ ആണെങ്കിൽ മദ്രസ ഉണ്ട് ആ സമയത്ത്. അപ്പൊ അത് കാരണം ഇനി ടെക്സ്റ്റ് ഒക്കെ കിട്ടിയിട്ട് സ്കൂൾ തുറക്കുന്നതിനനുസരിച്ചിട്ടേ പോവുള്ളൂ. നാളെ അല്ല, അവിടെ എന്തോ പരിപാടി ഉണ്ട് പറഞ്ഞു, വെള്ളിയാഴ്ച കൊണ്ടാ. അതിനും പോണില്ല, ടീച്ചർ ചെല്ലാനൊക്കെ പറഞ്ഞിട്ടുള്ളതാ. അപ്പൊ അങ്ങനെയൊക്കെ പോയാൽ തന്നെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. അവിടെ അറിയണവരൊക്കെ ഉണ്ടാവും. പിന്നെന്താ പോയാ എവിടേക്ക് പോവില്ലേ? എന്റെ പിന്നാലെ അടക്കം എത്ര ചീത്താട്ടാലും. പള്ളി പോണം. ടൈം പറഞ്ഞിട്ടില്ല. പിന്നെ അതൊക്കെയാണ് വിശേഷങ്ങള്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ പിടിക്കാഞ്ഞത് കേട്ടാ. വീഡിയോ പിടിക്കാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ കാരണമാണ് ഇന്നത്തെ വീഡിയോ ഇല്ലാതിരുന്നത്. നമുക്കിന്ന് ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറിയൊക്കെ ഞാൻ വെച്ചു. ആ കുക്കറിൽ നമ്മുടെ ബിരിയാണി വെച്ചൊന്നുമില്ലേ ഗൈസ്? ബിരിയാണി വെക്കുന്നു. ബിരിയാണി അല്ല, ബിരിയാണി എന്താക്കിയാ ഞാൻ പറഞ്ഞ രീതിയാണ്. ഉമ്മാക്ക് ചിക്കൻ കറി കൊണ്ടെടുക്കാൻ പോയത്. അപ്പൊ ഉമ്മ ബിരിയാണി വെക്കുന്ന വിചാരിച്ചോന്നുണ്ടല്ലേ? ആൽഫുഡ് മാത്രം ചോറുന്നിട്ടില്ല, അത്ര അവരൊക്കെ ചോറുന്നു. സന്തോഷായി. അപ്പൊ ഞാൻ കുറച്ച് ഉമ്മ ചിക്കനൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ കറി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തരണതാ. ഞാൻ കുറച്ച് കറി വെച്ചപ്പോ ഉമ്മാക്കും കൊണ്ടുപോയി കൊടുക്കാട്ടാ. അപ്പൊ ഉച്ച സമയം. അപ്പൊ ഞാൻ വിചാരിച്ച ചോറൊന്നും തിന്നിട്ടുണ്ടാവില്ല. നമ്മള് വന്നിട്ട കറി വെച്ചിട്ടേ 11 മണിക്ക് വന്നതിന് ശേഷം ഞാൻ ചായ കുടിച്ചു കഴിഞ്ഞിട്ട് കുറെ പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു. അതൊക്കെ കഴുകി വെച്ചതിന് ശേഷമാണ് കറി വെച്ചത്. അപ്പൊ സമയമായി. കറി വെന്ത് വരുമ്പോഴേക്കും കറി വെക്കാൻ സമയമില്ല. നമുക്ക് അതിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നാക്കണം. സബോളയും ഇതൊക്കെ നന്നാക്കിയിട്ടൊക്കെ വേണ്ട. അതിലാണ് സമയം എടുക്കുക. അതിനല്ല സമയം എടുക്കുക. അപ്പൊ അതൊക്കെ ആയിട്ട് വരുമ്പോഴേക്കും ഇത്രയും സമയമായി. അപ്പൊ പിന്നെ ഇനി എനിക്കൊന്ന് കുളിക്കണം. സമയം ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുമ്പോ 1 മണിക്ക് ആയിട്ടുണ്ട്. അതിന് മുന്നേ കൊടുത്തേച്ച്. അപ്പൊ പിന്നെ ഉമ്മയുടെ ചോറിനലൊക്കെ കഴുകി സാരില്ല, വൈകുന്നേരം കഴിക്കാലോ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങള്. പിന്നെ ഇന്നലത്തെ ഒരു വീഡിയോയില് Q&A ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. Q&A ഒക്കെ ചെയ്യാം. അതിന് ഇൻഷാല്ലാ റഷിക കൂടി വരട്ടെ, എന്നിട്ട് ചെയ്യാം. ഞാൻ റഷിക വരുന്നതിന്റെ ഡേറ്റ് ഫിക്സ് ആയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഡേറ്റ് ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഡേറ്റ് ആൾക്ക് പെരുന്നാളിന്റെ മുന്നേ വരണം എന്നുണ്ട്. പക്ഷെ എന്താ പറയാ, ശരിയായിട്ടില്ല. ശരിയായ വരും ഇൻഷാല്ലാ. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടാ. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണെങ്കിലും നിങ്ങൾ കമന്റിലൂടെ അറിയിക്കാട്ടോ. എന്തെങ്കിലുമൊക്കെ പറയാണ്ടെങ്കിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കാം. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.